ഡോക്ടേഴ്സ് പറഞ്ഞത് 99% പിന്നെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ഇതിൽ കിട്ടാനില്ല. അത് കേരളത്തിൽ തന്നെ എവിടെയും ഈ മെഡിസിൻ കിട്ടാനില്ല എന്ന് പറഞ്ഞു. അന്ന് പുഴയിൽ കുളിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട തന്നെ വേറെ 4 പേരെ ഇപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം ഈ കുട്ടിക്ക് എന്ത് ലക്ഷണങ്ങളാണ് നിങ്ങൾ കണ്ടത്? ആദ്യം പനി, ജലദോഷം. അങ്ങനെ അടുത്തുള്ള പ്രദേശത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പനി ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചു, മെഡിസിൻ വാങ്ങിച്ചു. അത് സമാധാനമില്ലായപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ അത് കഴിച്ചിട്ടും സമാധാനമില്ല. പിന്നെ കുട്ടിക്ക് തലവേദന വന്നു. അപ്പോൾ ചേളാരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ നിന്നു അവർ പറഞ്ഞു നിങ്ങൾ മെഡിക്കലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഇക്ര ഹോസ്പിറ്റൽ പോയപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മുന്നെയാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇവിടെ എത്തിച്ച് നേരെ ഐസിയുലേക്കാണ് കുട്ടിയാക്കിയത്. തീർച്ചയായും ജിംസ്, ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുട്ടിയുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്താത്ത കേസുകളും ഒരുപാട് ഉണ്ടാകാം എന്നുള്ള കാര്യം കൂടി നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. കണ്ടെത്തിയാൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുടെ കൂടി പ്രശ്നം ഇതിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മൂന്നിയൂർ പഞ്ചായത്തിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ നിയന്ത്രണമാണ് അവിടെ പഞ്ചായത്ത് വരുത്തിയിട്ടുള്ളത്? അവിടുത്തെ കടവ് മുഴുവൻ അടച്ചിരിക്കണേ. ഇപ്പം പുഴക്കാരും പോകരുതെന്നാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. അതേമാതിരി പുഴൻ്റെ ഭാഗത്ത് ആരെങ്കിലും കുളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും കാര്യമാണ് പറഞ്ഞത്. നമ്മളെ കൂടെ കുളിച്ച 5 കുട്ടികളെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തേക്കണ്. പിന്നെ ബാക്കിയുള്ളവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ ദിവസം ആ പുഴയിൽ കുളിച്ചവരാണോ? കൂടെ കുളിച്ചവരായിരുന്നോ? എല്ലാവരും അന്ന് ആ ദിവസം കൂടെ കുളിച്ചവരാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ടെസ്റ്റ് ചെയ്തേക്കണേ. അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണം കാണുന്നുണ്ടോ? അവർക്ക് 2 കുട്ടികൾക്ക് ചെറുതായിട്ട് പനി മാതിരി ജലദോഷപ്പനി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2 കുട്ടികൾക്ക്. അപ്പോൾ റിസൾട്ട് വന്നാലേ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നിൻ്റെ ലഭ്യത സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ആ മരുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റേ കുട്ടീൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ബാധിക്കണോ ഇല്ല എന്ന് അറിയുന്നതിൻ്റെ പിന്നെ നമുക്ക് ആ മരുന്നിൻ്റെ ലഭ്യത എത്രയും പെട്ടെന്ന് കിട്ടണം. സ്റ്റാർട്ടിങ്ങിലേ കൊടുത്താലേ അത് കാര്യമുള്ളൂ. കുറച്ച് വൈകിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്നുള്ള ഇതിന് ഭയങ്കരമായ ഗൗരവമുള്ളൊരു പനിയാണിതെന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ. അമീബ വൈറസ് സാധാരണ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഉണ്ടാവുക എന്നാണ് ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്? പുഴയാണെന്ന് പറയുന്നു. ഒഴുക്കില്ലേ? കൂടുതൽ ആളുകൾ കുളിക്കാൻ വരുന്ന പുഴയാണോ? ഇപ്പം വെള്ളം കുറവാണ്. അവിടെ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം ബ്ലോക്ക് ചെയ്യും. ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം മഴ പെയ്തതിൻ്റെ പേരിൽ വെള്ളം ഒന്നായിട്ട് ഇപ്പം ചിലപ്പോൾ ഒന്നായിട്ട് സ്പ്രെഡ് ആയണോ എന്താ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ ദിവസം വെള്ളം കെട്ടി നിന്നിട്ട് നല്ല ചൂട്. അവർ കുളിക്കാൻ പോയത് ഉച്ച ടൈമിലാണെന്ന് പറഞ്ഞത്. ആ ടൈമിൽ നല്ല ചൂടുണ്ടേന് വെള്ളത്തിന്. ഈ ചൂടുവെള്ളത്തിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരെ എല്ലാവരും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ റിസൾട്ടും കൂടി അറിഞ്ഞാലാണ് നമുക്ക് ഇതാവുള്ളൂ. 4 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ലഭ്യതയാണ് നമ്മളെ മെയിൻ പ്രശ്നം. അത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം അവർക്ക് ഇനി ഇതാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ ഇപ്പം തന്നെ നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ മാക്സിമം ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. ഇനി ആരോഗ്യം ഇപ്പോൾ എന്തെങ്കിലും മുൻകൈ എടുത്താലേ നമുക്ക് ഇതിൻ്റെ മെഡിസിൻ ലഭ്യത വരുള്ളൂ. ഒരു മെഡിസിനും കൂടി ആയി ആഡ് ചെയ്താലാണ് അതിന് ഫലം ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്താലാണ് അതിന് അതിൻ്റേതായ ഇതുണ്ടാവുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്.